2010 സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ പോലെ ആപ്പിളും സാംസങ്ങും അതൊന്നും ആയിരുന്നില്ല മെയിൻ കിങ്. ആ സമയത്ത് മെയിൻ കിങ് എന്ന് പറഞ്ഞാൽ നോക്കിയ, HTC, ബ്ലാക്ക്ബെറി എന്നൊക്കെ പറഞ്ഞാൽ ഐഫോൺ ലെവലായിരുന്നു. പിന്നെ LG. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആകെ നമ്മൾ നോക്കിയ നമ്മളെല്ലായിടത്തും കേൾക്കും. കാരണം നോക്കിയ കുറേ മെയിൻസ് ട്രെൻഡാണല്ലോ, നോക്കിയുടെ ഫോൺ അൺബ്രേക്കബിൾ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള കമ്പനികൾക്ക് എന്ത് പറ്റി? HTC, LG, ബ്ലാക്ക്ബെറി എന്ത് പറ്റി? ഇതൊക്കെ കമ്പനികൾക്കൊക്കെ, സോണി എറിസ്കോൺ എന്ത് പറ്റി ഇതിനൊക്കെ? നമ്മൾ അതാണ് ഇപ്പോഴത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു AD ടെക്സ്. അപ്പോൾ കുറേ നാൾ വീഡിയോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കുറേ നാളായിട്ടൊരു വീഡിയോ ആണ്. കാരണം വെക്കേഷനൊക്കെ ആയിരുന്നു, നമ്മൾ ആ മൂഡിലായിരുന്നു. വെക്കേഷനൊക്കെ ഇപ്പോൾ കഴിയാറായി. ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയി തുടങ്ങിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക് കണ്ടക്കൊണ്ട് വന്നാൽ നമ്മൾ ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഐഫോൺ, സാംസങ്ങിനൊക്കെയാണ് നമ്മുടെ വിചാരിച്ചത് വലിയ നല്ല ഫോണുകൾ. പക്ഷേ 2010 ആയ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയ, HTC, ബ്ലാക്ക്ബെറി അതൊക്കെയാണ്. നോക്കിയൊക്കെ ഇപ്പോൾ അധികം ഇപ്പോൾ ഒട്ടും വിറ്റ് പോകുന്നില്ല. അപ്പോൾ നോക്കിയ മാത്രമേ നമ്മൾ ഇക്കാലത്ത് കേൾക്കുന്നുള്ളൂ. ബാക്കിയുള്ള കമ്പനികൾക്ക് എന്ത് പറ്റിയെന്നാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാവുന്ന ഒരു സാധ്യതയെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. നോക്കിയ എന്താണ്, നോക്കിയൊക്കെ പറ്റിയത്, നമുക്ക് അതിനെപ്പറ്റി ആദ്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കിയനെ പറ്റി പറയുകയാണെങ്കിൽ, പണ്ടെന്നൊക്കെ പറഞ്ഞു സാംസങ് ലെവൽ ആ ഒരു കമ്പനിയായിരുന്നു നോക്കിയ. കാരണം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ നല്ല കമ്പനിയാണ്. കസ്റ്റമർ എന്ത് ചോദിക്കുന്നോ അത് അവർ കൊടുക്കും. നല്ല ഇപ്പോഴും നോക്കി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ നല്ല സ്റ്റോക്ക് കയറ്റമൊന്നുമില്ല. ഇപ്പോൾ എന്താണ് മിഡായിട്ടാണ് എല്ലാം പോകുന്നത്. എന്താ ഇതിൻ്റെ പറ്റിയെന്ന് പറഞ്ഞാൽ, ഒരു 2040 ആയപ്പോൾ മൈക്രോസോഫ്റ്റ് നോക്കിയനെ ഫോൺ ഡിവിഷൻ അക്വയർ എടുത്തു. അപ്പം നോക്കിയയുടെ ആ ഒരു ഫോൺ ബ്രാൻഡുകളും അവർക്ക് പിന്നെ ആൻഡ്രോയിഡ് പ്രൊഡക്ട്സ് ആയിരുന്നു ഇഷ്ടം. കാരണം അതിലായിരുന്നു കയറ്റാൻ പോകുന്നത്. പിന്നെ കോമ്പറ്റീഷൻസ് ആപ്പിള്, സാംസങ്, പിന്നെ അങ്ങനൊരു ലോഡ് കോമ്പറ്റീറ്റേഴ്സ് അല്ലേ വന്നത്. നോക്കിയ കാലത്തിൻ്റെ മാറ്റത്തിലോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ നോക്കിയ അമ്മാവന് പറ്റിയത്. അതാണ് നമ്മൾ നോക്കിയക്ക് കിട്ടിയ തട്ട്. പിന്നെ ഇപ്പോൾ കുറേ മീംസൊക്കെ നമുക്ക് കാണാൻ കഴിയും. നോക്കിയ മറ്റേ ഫോണൊക്കെ അൺബ്രേക്കബിൾ ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ നമുക്ക് നോക്കിയനെ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ഒരു രീതിയിലും കാണാം. അപ്പോൾ നോക്കിയൻ്റെ ഫോൺ ഇല്ലെന്ന് പറയുന്നില്ല, അവിടെ ടച്ച് ഫോണൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നോക്കിയ ടച്ച് ഫോൺ നിങ്ങളുടെ മുകളിൽ കൊണ്ട് വെച്ച് ഒരു ഐഫോൺ കൂടെ വെച്ചാൽ നിങ്ങൾ എന്താ എടുക്കുന്നത്? അഫ്കോഴ്സ് ഇത് ഐഫോൺ നിങ്ങൾ എടുക്കത്തുള്ളൂ. അത് തന്നെ നമ്മുടെ നോക്കിയക്കും പറ്റിയ. കാലത്തിനറ്റം ബ്രാൻഡുകൾ, ക്വാളിറ്റി, പ്രീമിയം പ്രോഡക്ട്സ് തന്നപ്പോഴൊക്കെ അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരുപ്പെട്ട എല്ലാവർക്കും നോക്കിയുടെ കാര്യം എന്താണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യം കവർ ചെയ്യുന്നത്. കാരണം ഇത് അവസാനം പോയി പറഞ്ഞ കാര്യമില്ല. അപ്പം നമുക്കറിയാവുന്നതൊക്കെ നമ്മൾ ആദ്യം കവർ ചെയ്തു, നമുക്കറിയാൻ പാടില്ല, നമ്മൾ അവസാനം ഇട്ടു. അപ്പോൾ നമ്മൾ അടുത്ത ബ്രാൻഡിലോട്ട് കിടക്കുക. അടുത്ത ബ്രാൻഡ് നമ്മുടെ HTC എന്ന് പറയുകയാണെങ്കിൽ അന്നത്തെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫുള്ളൊരു നല്ല ഇന്നോവേഷൻ കമ്പനിയാണ് അവരെന്ന് പറഞ്ഞാൽ. ആദ്യത്തെ ടച്ച് സ്ക്രീൻ ഫോൺ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്താ HTC എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ്റെ അങ്ങ് അറ്റമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ? കാരണം ആ ഒരു കമ്പനികൾ കാരണം അങ്ങനെ സ്മാർട്ട് ഫോൺസ് അങ്ങനെ കുറേ ഇന്നോവേഷൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് ഗൂഗിൾ സെർച്ച് നോക്കി തന്നെ കുറേ കിട്ടും. അപ്പോൾ HTC താഴെ പോകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല, കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ HTCൻ്റെ തൻ്റെ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല കോമ്പറ്റീറ്റേഴ്സ് കാരണം. ഇപ്പോൾ മിക്ക കമ്പനിയും കോമ്പറ്റീറ്റേഴ്സ് കാരണം പോയത്. ഇപ്പോൾ നോക്കിയയുടെ കേസ് എടുക്കുകയാണെങ്കിലും, ഇനിയിപ്പം നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഒരു ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും എല്ലാ കമ്പനികളിലും ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സും കാരണമാണ് മിക്ക കമ്പനികളും പോയത്. അത് നമ്മുടെ HTCനും പറ്റുള്ളൂ. കോമ്പറ്റീറ്റേഴ്സ് കാരണം അവരുടെ മാർക്കറ്റ് ഷെയർസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് നമ്മുടെ HTCയുടെ ഡൗൺഫോളിന് കാരണമായത്. പിന്നെ HTC പിന്നെ ഒരു പാർട്ട് ഗൂഗിൾ എടുത്തിട്ട് പിക്സൽ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങാറായി. ഇപ്പം മനസ്സിലായില്ലേ സംഭവം എന്താണ്? HTCയുടെ ഒരു പോർഷൻ എടുത്തിട്ട് പിക്സൽ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ഇപ്പം ആ കമ്പനിയായിട്ട് തലക്കേടില്ലാണ്ടൊക്കെ ഓടുന്നുണ്ട്. നമുക്കറിയാമല്ലോ പിക്സൽ ആരാണ് എന്താണെന്നൊക്കെ. അതാണ് ഇപ്പോൾ HTC എന്തെന്ന്, ഇപ്പോൾ HTC എന്ന് പറഞ്ഞ മൊബൈൽ കമ്പനി അടിച്ചു കൂട്ടി. HTC ഡെഡ്. അപ്പോൾ ഇപ്പോൾ HTC വെർച്വൽ റിയാലിറ്റിയിലോട്ടാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കമ്പനിയായിട്ട് മാറി. നമുക്കറിയാവുന്ന സ്മാർട്ട് ഫോൺ കമ്പനി ഡെഡായി. HTC എന്ന് പറഞ്ഞ VR ഹെഡ്സെറ്റൊക്കെ ആ ഒരു വെർച്വൽ റിയാലിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ HTC അടിച്ചു കൊടുത്താലും അതൊക്കെ വരുള്ളൂ. നമ്മുടെ പഴയ സ്മാർട്ട് ഫോൺ കമ്പനി
നോ മോർ, ഇനി അതൊരിക്കലും വരില്ല. HTC എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മൾ ഡെഡാണ്. അപ്പം നമ്മുടെ HTCന് പറ്റിയത് അതാണ്. ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ബ്ലാക്ക്ബെറി ആണ്. ഇപ്പോൾ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഐഫോണിൻ്റെ റേഞ്ചില്ലേ, അതായിരുന്നു അന്ന് ഇവിടെ നിന്ന് ബ്ലാക്ക്ബെറി വെച്ചത്, ഇന്ന് ഐഫോൺ അവിടെ വെച്ചാൽ അതിനേക്കാളും മുകളിലാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ അന്നത്തെ കാലത്തൊരു ഐഫോൺ ലെവൽ ത്രെറ്റ് ആയിരുന്നു നമ്മുടെ ബ്ലാക്ക്ബെറി. ഇപ്പോൾ ബ്ലാക്ക്ബെറിന് ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഒരു സ്മാർട്ട് ഫോൺസ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ അവരിപ്പം ചേഞ്ച് ചെയ്യും, പുതിയ ഐഡിയാസും ഫീച്ചേഴ്സും ഇങ്ങനെ ഇന്നോവേഷനായിട്ട് കൊണ്ടുവരണം. അത് അങ്ങനെ ഒരു ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺ കമ്പനീസിന് വേണം. അത് നമ്മുടെ ബ്ലാക്ക്ബെറിക്ക് അതിന് പറ്റില്ല, അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പുതിയതായൊരു കോമ്പറ്റീവായിട്ട് ആ ഒരു പുതിയ ഫീച്ചേഴ്സുമായിട്ട് അഡാപ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഫോൺ കമ്പനി ഏറ്റവും നെസസറി കാര്യം അഡാപ്റ്റ്, ഒരു പുതിയ ഫീച്ചേഴ്സിനോട്ടോ പുതിയ സിസ്റ്റംസിനോട്ടോ അങ്ങനെ അഡാപ്റ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഒരേപോലെ ഇരുന്നാൽ നമ്മുടെ ഡൗൺഫോൾ തന്നെ സംഭവിക്കും. ബ്ലാക്ക്ബെറിക്ക് പറ്റിയ തട്ടതാണ്. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നത് ഐ ഫേംലി ബിലീവ് പിന്നെ ഒറ്റ ഒരുത്തം കാരണമാണ് നമ്മുടെ ബ്ലാക്ക്ബെറി ചത്തത്. ഞാൻ എന്തെന്ന് പറയണം, അയ്യോ ഒന്നും അറിയാത്തവരെ ഈ ആപ്പിളിൻ്റെ ഒരുത്തരം കോമ്പറ്റീഷൻ കാരണമാണ് നമ്മുടെ ബ്ലാക്ക്ബെറി ചത്തത്. എന്താ നടന്നതെന്നൊന്നും അറിയാൻ പാടില്ലല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഫോൺ സപ്ലൈ ചെയ്യണം, അവർ ചോദിച്ചിട്ടുണ്ട്. വില പ്രൈസ് ഇത്തിരി കൂട്ടിക്കോ, കുഴപ്പമില്ല. സ്ക്രീൻ അടിച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല ആപ്പിള്, നീ ആദ്യം ഇതാണ്. അപ്പോൾ അപ്പം അങ്ങനെ അടിച്ചാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഹലോ ഇവിടെ ഇതാരാ പുതിയ ഇവിടെ നിന്ന് കണ്ടില്ലല്ലോ. ബ്ലാക്ക്ബെറി അത് നമ്മുടെ പുതിയ വെക്കനാണ്, ഇത് നമ്മുടെ ഫോൺ വെക്കണം. അപ്പോൾ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൾക്കിനുള്ള ഡിസ്പ്ലേ ആ സ്ക്രീനും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ പറ്റിയുള്ളതാണ്, പുതിയ ചെക്കനാണ് നമ്മുടെ ആപ്പിൾ, പുതിയതായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ആ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ, എൻ്റെ ഒരു ആപ്പിൾ നിന്നാണ്, നിങ്ങളൊരു വലിയൊരു ഫാനാണ്. നിങ്ങളിപ്പോൾ ഒരു വലിയൊരു കമ്പനി ആണെന്നൊക്കെ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഒരു പ്രീമിയം ടൈപ്പ് ഫോണാണ് ഇറക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രീമിയം സെഗ്മെൻ്റ് ആണല്ലേ. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഇനി പ്രീമിയം ഒക്കെ തുടങ്ങി ചുമ്മാ ഇനി നമ്മുടെ പെർഫോമൻസ് ആണ് കമ്പനി വല്ലതും കൂട്ടി പോയിട്ട് ചുമ്മാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു പോലെ എന്താണെന്ന് വെച്ചാൽ ചെറുതിന്ന് തുടങ്ങിയിട്ട് നീ വെള്ളത്തിലോട്ട് പോയാൽ മതി. ഒറ്റ ഡിഗ്രി നമുക്ക് കയറി അവിടെ പറ്റാമെന്ന് ആലോചിക്കണ്ട. ഓക്കെ, പിന്നെ എൻ്റെ അത്ര ആവുമെന്ന് നീ വിചാരിച്ചില്ലേ? നിന്നെപ്പോഴത്തെ 10 കമ്പനി വന്നാലും എൻ്റെ ലെവലിൻ്റെ അടുത്ത് നീ ആവില്ല. അപ്പോൾ കെയർഫുള്ളായിട്ട് കളിക്കുമ്പോൾ ആളോക്കി കളിക്കുക. ശരി എന്നാ, ഓൾ ദ ബെസ്റ്റ്. മര്യാദയ്ക്ക് പിടിച്ചെടുക്കാൻ നോക്കിയേക്കാം ഈ ഇൻഡസ്ട്രിയിൽ. ശരി എന്നാൽ അന്നേ അവൻ്റെ കൊടുക്കണമെന്ന് ചോദിച്ചതാ, കൊടുത്തു. ഐഫോൺ കമ്പനികൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സൊക്കെ ഉണ്ടാവും, പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നിന്നാൽ മതി. അല്ലെങ്കിൽ ബ്ലാക്ക്ബെറീനെയും HTCനെയൊക്കെ പോലെ കൈ പോകും. പിടിച്ചെടുക്കാൻ പറ്റുമോ പിടിച്ചെടുക്കുന്നവർ പിടിച്ചു നിൽക്കും, അല്ലാത്തവർ ഫ്ലോപ്പായി പോകും. അതാണ് ഈ ഫോൺ ഇൻഡസ്ട്രീൻ്റെ പ്രത്യേകത. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ LG ആണ്. LG എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സമയത്ത് സാംസങ്ങും ആപ്പിളും തമ്മിൽ ജസ്റ്റ് ഒന്ന് വഴക്കായപ്പോൾ നമ്മുടെ LG ആണ് ആപ്പിളിന് ഫോൺ സ്ക്രീൻ കൊടുത്തോണ്ട് വെച്ചാൽ ഒരു സമയം വരെ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ സാംസങ് തന്നെ കൊടുക്കുന്നത്. അതിനൊക്കെ മുമ്പ് ഒരു iPhone 12, 11 നമ്മുടെ LGൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു ഉള്ളത്. അപ്പോൾ LG കൂടുതലും പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനും കൊടുക്കുന്ന കമ്പനി ആയിരുന്നു. ഇപ്പോൾ LGയുടെ TV അറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടുള്ള സാധനമൊക്കെ തന്നെ ഇതൊക്കെ. അപ്പോൾ LG ഒരു ഫോൺ കമ്പനിയും കൂടെ ആയിരുന്നു, അതും കുറേ പേർക്ക് അറിയാം. അപ്പോൾ എന്താണ് LGക്ക് പറ്റിയത്? അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്രയും പറഞ്ഞില്ലേ, അത് തന്നെ നമുക്ക് LG പോലും കോമ്പറ്റീറ്റേഴ്സ്. ഈ ഒരു വീഡിയോയിൽ എല്ലാ കമ്പനികളും കോമ്പറ്റീറ്റേഴ്സ് കാരണമാണ് പോയത്. LG കോമ്പറ്റീറ്റേഴ്സ് കാരണം പിന്നെ മാർക്കറ്റ് ഡൈനാമിക് ചേഞ്ച് ആയി, അത് LGനെ നന്നായിട്ട് ബാധിച്ചു. കോമ്പറ്റീറ്റേഴ്സും ഉണ്ടായിരുന്നു, LGക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് LGക്ക് പിടിച്ച് കമ്പനി സാംസങ്ങും റിയൽമിയും അങ്ങനത്തെ കുറേ ഫോണുകളൊക്കെ ഞാൻ വന്ന സമയത്ത് നമ്മളെ LG കുട്ടനെ പിടിച്ചേക്കാൻ പറ്റില്ല. LG കുട്ടനും നൈസായിട്ട് പോയി, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് തന്നെ പോയി. ഇപ്പോൾ LG ഒരു 2021 ആയപ്പോൾ LG അനൗൺസ് ചെയ്ത് അവരുടെ ഒരു ഫോൺ കമ്പനി ഉണ്ടാകത്തില്ല. LG എന്ന് പറയുന്ന ഫോൺ കമ്പനി എക്സിറ്റ് ആയിട്ടുണ്ട്, LG പോയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ LGൻ്റെ കഥ. ശരിക്കും പറഞ്ഞാൽ LGയും നമ്മുടെ ഒരു ഫോൺ പഴയ ഫോണിൽ ഇറക്കുന്ന നല്ലൊരു ഫോണിലായിരുന്നു. അപ്പം LGൻ്റെ ഏറ്റവും മികച്ച ഫോൺ എന്ന് പറഞ്ഞാൽ KP100 എന്ന് പറഞ്ഞ ഫോണാണ് നമ്മുടെ LGൻ്റെ ഏറ്റവും ബെസ്റ്റ് സെല്ലിങ് ഫോൺ, ഏറ്റവും പോപ്പുലർ ഫോൺ അതായിരുന്നു നമ്മുടെ LGയുടെ.
അപ്പോൾ അപ്പം നമ്മൾ 4 കമ്പനീസ് പോലെ ഈ ഒരു കമ്പനീസ് ആയിരുന്നു എടുത്ത് കണ്ടിരുന്നത്. നമ്മുടെ നോക്കിയ, HTC, ബ്ലാക്ക്ബെറി, LG ഈ ഒരു കമ്പനികളായിരുന്നു കൂടുതലായിട്ട് എടുത്ത് കണ്ടിരുന്നത്. വേറെ ഒരു കമ്പനിയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഈ കമ്പനികളായിരുന്നു നമുക്ക് കുറച്ചുകൂടെ കുറേ പേർ ഇത്തിരി അറിയാവുന്നത്. പിന്നെ സോണി എറിസ്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സോണി മാവൻ നൈസായിട്ട് തട്ടിക്കളഞ്ഞാണ് നമ്മുടെ സോണി എറിസ്കൻ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ സോണി മതി. കാര്യം പറയുന്നത് അന്നൊന്നും ഒരാൾ നമ്മുടെ ഫോൺ കമ്പനി മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട്. അതാരാന്ന് കുറേ പേർക്ക് മനസ്സിലാക്കാണ്. നമ്മുടെ സാംസങ് തന്നെ. അന്ന് സാംസങ് പിടിച്ചിട്ടുണ്ട്. സാംസങ് പിടിച്ചു തന്നിട്ടുണ്ട്. അതന്നെ സാംസങ് ഇപ്പോഴും ടു ദിസ് ഡേ ഫോൺ ഇറക്കുന്നുണ്ട്. അത് എല്ലാ ഫോണും വിറ്റ് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആൻഡ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം സാംസങ് ആയിരിക്കും നോക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. സാംസങ് അന്നുണ്ട്, സാംസങ് ഇന്നുണ്ട്, സാംസങ്ങിന് അപ്പോഴത്തുണ്ടാവും. ശരിയല്ല. അതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. വെറൈറ്റി കണ്ടന്റ് പിടിക്കാൻ നോക്കി കാണിച്ചാൽ വെറൈറ്റി ടെക് കണ്ടന്റ് തന്നെ. അന്ന് അതിൽ വെറൈറ്റി നമ്മൾ ഈ ടെക് ന്യൂസല്ല, നമ്മൾ എന്താണ് നമ്മുടെ പഴയകാല ടെക് കമ്പനികൾക്ക് പറ്റിയത് എന്ന് വെച്ചാൽ ടെക് കമ്പനിയല്ല, മൊബൈൽ കമ്പനികൾക്ക് എന്താണ് പറ്റിയത് ഇതൊക്കെ അറിയാമെന്ന് ചോദിച്ചു. എനിക്കറിയാം. അപ്പോൾ നിങ്ങളും കൂടെ ആരായിരുന്നു ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനത് വീഡിയോ ഇറക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. സിമ്പിൾ വീഡിയോ ആയിരുന്നു, ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഞാനത് ആദ്യം നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്ക് ടെക് കണ്ടന്റ് ഇഷ്ടമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് പ്ലീസ് നിങ്ങൾ ചെയ്യണം. കണ്ടിട്ട് സബ്സ്ക്രൈബ് ഇട്ട് വേണം. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് പോലെ ഈ വീഡിയോ ഇറക്കുന്ന സമയമായപ്പോൾ നമ്മൾ ആയിട്ടില്ല. 1K ഒക്കെ 500 ലെവലായിട്ടില്ല, പിന്നെ 1K തന്നെ ആയിട്ടില്ല. അപ്പോൾ പ്ലീസ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. ഇസ്മി ആദർശ ഫ്രം ടെക്സ്.